അതിന്റെ പ്രയോജനത്തിനായി രാജ്യത്തെ മുഴുവൻ കാൽക്കീഴിൽ നിർത്തുകയാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അവസരം കിട്ടുമ്പോഴെല്ലാം മോദി സർക്കാരിനെയും BJPയെയും കുറ്റം പറയുന്ന കോൺഗ്രസ് അവരുടെ കഴിവുകേട് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പരിവാർ ജനോ എന്ന് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങളുടെ കുടുംബമായി കണക്കാക്കുന്നു. അതേസമയം ഒരു കുടുംബത്തിന്റെ നേട്ടത്തിനായി രാജ്യത്തെ മുഴുവൻ നേതാക്കളെയും കാൽക്കീഴിൽ നിർത്തിയ ചിലരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനെയും നെഹ്റു ഗാന്ധി കുടുംബത്തെയും പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇവിടെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കുമായി സേവന ബോധ്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സിംഗ് പറഞ്ഞു. ഞങ്ങളുടെ വഴികാട്ടിയായ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ സന്ദേശവും സമഗ്രമായ മാനവികതയുടെ തത്വചിന്തയും ഞങ്ങൾക്ക് നൽകി. കൂടാതെ പുരോഗതി സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിയിലും എത്തുന്ന സമയം വരെ ഞങ്ങൾ പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2014 കേന്ദ്രത്തിൽ അധികാരമേറ്റ ഉടൻ തന്നെ തന്റെ സർക്കാർ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതായും സിംഗ് പറഞ്ഞു. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖയിൽ നിന്ന് വളരെ വേഗത്തിൽ കരകയറിയത് ഈ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ ഇപ്പോഴും ദാരിദ്ര്യം, നിരക്ഷരത, വിവേചനം, മറ്റു വെല്ലുവിളികൾ എന്നിവ നേരിടുന്ന വിവിധ വിഭാഗങ്ങൾ ഉണ്ടെന്നും സിംഗ് പറഞ്ഞു. അവരുടെ ഉന്നമനത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം ഭരണഘടന വേണോ അധികാരം വേണോ എന്ന ചോദ്യം ഉയരുമ്പോഴെല്ലാം അധികാരത്തിന് പുറമെ പോയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ലോക്സഭയിൽ ആരംഭിച്ച ദ്വിദിന ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച് പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. ചില പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയുടെ പകർപ്പ് പോക്കറ്റിലിട്ട് നടക്കുന്നത് കാണുന്നുണ്ട്. അവരത് കുട്ടിക്കാലത്ത് കണ്ടു ശീലിച്ചതാവണം. അവരുടെ കുടുംബം തലമുറകളായി ഭരണഘടനയെ പോക്കറ്റിലിട്ട് നടന്നവരാണ്. രാഹുലിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയെ പരിപാലിക്കുന്നത് സ്വന്തം ശിരസിലാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഏതെങ്കിലും ഒരു പാർട്ടി നമ്മുടെ രാജ്യത്തിന് നൽകിയ സമ്മാനമല്ല നമ്മുടെ ഭരണഘടന എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരാളെ പ്രധാനമന്ത്രി പദത്തിലേക്കും രാഷ്ട്രപതി പദത്തിലേക്കും എത്താൻ അവസരം നൽകിയത് ഭരണഘടനയാണ്. പാവപ്പെട്ടവർക്ക് നല്ല വീടുകളും സൗജന്യ ഭക്ഷ്യധാന്യങ്ങളും കുടിവെള്ളവും ശൗചാലയവും ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് 1/3 സംവരണം ഉറപ്പാക്കുന്ന നാരീശക്തി വന്ദൻ അധിനിയം പാസാക്കിയും OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണാവകാശം നൽകിയും ഭരണഘടനയുടെ മൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.